വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ വോട്ട് ചോർച്ച. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ വോട്ട് ചോർച്ച. മന്ത്രി OR കേളുവിന്റെ തിരുനെല്ലി പഞ്ചായത്തിലും UDFനാണ് ലീഡ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞെന്ന നേട്ടമാണ് NDAയ്ക്കുള്ളത്. ആകെ 578 ബൂത്തുകൾ. ഇതിൽ 561ലും UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് ലീഡ്. 13 ബൂത്തുകളിൽ LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയും 4ഇടങ്ങളിൽ NDAയുടെ നവ്യ ഹരിദാസും ഒന്നാമതെത്തി. മന്ത്രി OR കേളുവിന്റെ മണ്ഡലമായ മാനന്തവാടിയിലും പ്രിയങ്ക ഗാന്ധി മുന്നേറി. LDF ശക്തി കേന്ദ്രമായ മന്ത്രിയുടെ തിരുനെല്ലി പഞ്ചായത്തിലും UDFനാണ് ലീഡ്. 241 വോട്ടിന്റെ ലീഡാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി നേടിയത്. സുൽത്താൻ ബത്തേരിയിൽ 97 ബൂത്തുകളിലാണ് LDF മൂന്നാം സ്ഥാനത്തെത്തിയത്. കൽപ്പറ്റയിൽ 35ഉം മാനന്തവാടിയിൽ 39 ബൂത്തുകളിലും മൂന്നാം സ്ഥാനത്ത്. ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് NDAയ്ക്ക് നേട്ടമായി. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി, പൂതാടി പഞ്ചായത്തുകളിൽ NDA രണ്ടാം സ്ഥാനത്തെത്തി. ബത്തേരി നഗരസഭയിൽ കഴിഞ്ഞ തവണ 5 ബൂത്തുകളിൽ മാത്രം രണ്ടാം സ്ഥാനത്തായിരുന്ന NDA ഇത്തവണ 14 ബൂത്തുകളിൽ രണ്ടാമതെത്തിയത് NDAയുടെ വേരോട്ടത്തിന്റെ ആഴം കൂട്ടുന്നു. അതേസമയം കന്നിയംഗത്തിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ വയനാട്ടിൽ വീടും ഓഫീസും സജ്ജീകരിക്കാനുള്ള ആലോചനയിലാണ് വയനാട് നിയുക്ത MP പ്രിയങ്ക ഗാന്ധി. റായ്ബറേലിയിലെ സോണിയാഗാന്ധിയുടെ വീടിനും ഓഫീസിനും സമാന രീതിയിലുള്ള സൗകര്യങ്ങളാണ് പരിഗണനയിൽ. സുരക്ഷാ കാരണങ്ങളും കൂടുതൽ ദിവസങ്ങൾ വയനാട്ടിൽ തങ്ങുന്നതും പരിഗണിച്ചാണ് വീട് അന്വേഷിക്കുന്നത്. ജില്ലയിലെ പ്രധാന നേതാക്കളുമായി അനൗപചാരികമായി വീടിനെ സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നു. രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് വയനാട്ടിലെത്തുമ്പോൾ PWD റെസ്റ്റ് ഹൗസിലും റിസോർട്ടിലുമായിരുന്നു താമസിച്ചിരുന്നത്. രാഹുലിനെ അപേക്ഷിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ചുമതലകൾ കുറവായതിനാൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പ്രിയങ്കയുടെ തീരുമാനം. വീടിന്റെ സൗകര്യങ്ങൾക്കൊപ്പം MP ഓഫീസ്, ഔദ്യോഗിക പാർട്ടി യോഗങ്ങൾ ചേരാനുള്ള സംവിധാനം, കോൺഫറൻസ് റൂം, ജനങ്ങളുമായി ഇടപഴകുന്നതിനുള്ള പ്രത്യേക ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നാണ് പ്രിയങ്ക സൂചിപ്പിച്ചിരിക്കുന്നത്.